ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഈസുക്കുട്ടൻ. ഈസുക്കുട്ടന് സുഖമില്ല, ഭയങ്കര ഛർദ്ദൽ. കുറേ എന്ത് കഴിച്ചാലും കുറേ പ്രാവശ്യം ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. എന്ത് കഴിച്ചാലും അപ്പോൾ ഛർദ്ദിക്കും. ആകെ ക്ഷീണം, കണ്ണൊക്കെ ഇങ്ങനെ വല്ലാതിരിക്കണം. അപ്പോൾ ഇന്ന് അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വിചാരിച്ചിരിക്കുക. അപ്പോൾ ചേട്ടൻ എന്താ മൊബൈൽ നോക്കിയിരിക്കുകയാണ്. എന്താ അറിയോ, ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ എന്നായിപ്പോയില്ലേ, ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി വരാൻ വേണ്ടി നോക്കിയിരിക്കുക. ഭയങ്കര ചൂടാണ് കേട്ടോ, ഇവിടെ ഇരുന്ന് ഉരുകയാണ് ഞാൻ. കുറച്ച് ദൂരം കൂടുതലാണ്, പക്ഷെ മഴയൊക്കെ പെയ്താൽ കഷ്ടമല്ലേ. പിന്നെ പൂച്ചയ്ക്കും ഭയങ്കര പേടിയാണ്. അതായത് ഞങ്ങൾ എത്തി 3:15 ആയപ്പോൾ 3:30 വിളിച്ചു. അവരുടെ ടേബിളിൽ കിടത്തി അവൻ പാവം പേടിച്ച് കുറച്ചിരിക്കുന്നുണ്ട്. എന്തായാലും ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞേ അവൻ്റെ ബ്ലഡൊക്കെ ഒന്ന് എടുക്കണം, അവന് കിഡ്നി ട്രബിൾ ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനെ പാവം കൂട്ടി പിടിച്ച് അവൻ്റെ കാലിൽ നിന്ന് ബ്ലഡ് എടുക്കുന്ന സീനാട്ടോ കാണുന്നത്. ഞാൻ മാറി പോകും, കാരണം എനിക്ക് അതൊരു വിഷമം അവനെ പിടിച്ച് എടുക്കണം കണ്ടിട്ട്. അപ്പോൾ പിന്നെ ഞാനിതിൻ്റെ വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു, കാരണം മോക്കും കൂടി അയച്ചു കൊടുക്കണം. അവൾ ചോദിക്കുക എന്തായി എങ്ങനെയാണെന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും, കാരണം അവളുടെ ഇഷ്ടപ്പെട്ട പെറ്റാണേ പൂച്ച. അങ്ങനെ അതിൻ്റെ കാലിൽ നിന്ന് ബ്ലഡൊക്കെ എടുത്തു. കുറച്ച് സമയം എടുത്തു കേട്ടോ, അതൊക്കെ ഇങ്ങനെ അവരെന്തൊക്കെയോ ചെയ്ത് ബ്ലഡൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെവിയുടെ സൈഡിൽ നിന്ന് എടുക്കണ കണ്ടു. കാരണം ഇതൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ, എന്താ കുഴപ്പം ഏതാ കുഴപ്പമെന്ന് അറിയില്ലല്ലോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും, അത്രയേ ഉള്ളൂ. ഇനി ഫുഡ് ഇടയ്ക്കൊരു മാറി കൊടുത്തിരുന്നു, അതിൻ്റെ ആണോന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, എന്നിട്ടാണ് റിസൾട്ട് വരുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങളവിടെ പുറമെ കാത്തിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പമില്ല, പുള്ളിക്ക് ഒക്കെ ഓക്കെ. അവൻ എന്തോ ഫുഡിലെന്തോ അവന് ഒരു ഇത് വന്നേക്കണം, അത്രയേ ഉള്ളൂ. സാധാരണ നമ്മളൊക്കെ ഇങ്ങോട്ട് പോകുന്നു. ഏതായാലും ഇതാ നോക്കിക്കോട്ടുള്ള ബില്ല് എത്രയായിന്ന്. അങ്ങനെ അപ്പോൾ പൂച്ചയും കൊണ്ട് പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ സന്ധ്യയായി കഴിഞ്ഞു. വന്ന് ചായയൊക്കെ കുടിച്ച് എന്താ പറയുക, ഇനിയിപ്പോൾ അതിന് മരുന്ന് കൊടുക്കണം. ഏതായാലും ഇന്നത്തെ ഞങ്ങളുടെ കിട്ടിയ വരുമാനം മൊത്തം പൂച്ചയ്ക്ക് വേണ്ടി ചിലവാക്കി. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ബിസിനസ് ഇന്നത്തെ സെയിൽ മൊത്തം പൂച്ചയ്ക്ക് വേണ്ടി ചിലവഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്താ പറയുക, നമ്മുടെ ഒരു മിണ്ടാപ്രാണിയല്ലേ, നമ്മുടെ വീട്ടിൽ സുഖമില്ലാതിരിക്കുമ്പോൾ നമ്മൾ അതിങ്ങനെ കണ്ടുകൊണ്ട് അയ്യോ പോയാൽ പോട്ടെ എന്ന് വെച്ചിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ തൊട്ടടുത്ത് ഇവിടെ കാണിച്ചു കേട്ടോ, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചു. പക്ഷേ അത് അവർ തന്ന മരുന്നിലൊന്നും ഇതിന് എഫക്റ്റ് ആയില്ല. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, കിഡ്നിക്ക് ട്രബിൾ ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ബില്ല് കാണിച്ചു തരാം. ഇതത്ര 2475 രൂപ. അങ്ങനെ ഇന്നത്തെ ദിവസം പോയി. പിന്നെ ഓട്ടോറിക്ഷയ്ക്കാണ് പോയത്, 10-600 രൂപ ഓട്ടോറിക്ഷയ്ക്കും കൊടുത്തു. 3000 രൂപ എന്ന് വെച്ചോളൂ. ഏതായാലും ഇന്നത്തെ ദിവസം നല്ല കണി, എന്തായാലും ആരെയായാലും പാവം. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ലോ അല്ലേ. നമുക്കായാലും അങ്ങനെയല്ലേ, നമുക്കെന്തോ പെട്ടെന്ന് അസുഖം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കാണിക്കണം, എന്തെങ്കിലും വന്നാൽ അത്രയും ആ ഒരു ഇതേ ഉള്ളൂ. ഒരു മിണ്ടാപ്രാണിക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ തീറ്റ കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ അതിനെ വളർത്തി, അതൊക്കെ നല്ല കാര്യമാണ്. നമ്മൾ വേറെ ആർക്കും അവിടെ ഇവിടെ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കണുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ ഒക്കെ ഒരു മിണ്ടാപ്രാണിക്ക് ഒരു സഹായം ചെയ്യണമെന്ന് വെച്ചാൽ മതി. സ്നേഹിക്കുന്നു, അതാണ്. അല്ലാതെ അതിനെ വെറുക്കണമൊന്നുമില്ല കേട്ടോ. സ്നേഹിച്ച് കൊല്ലാന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ ഉച്ചയ്ക്ക് പോയതാണ്. ഉച്ചയ്ക്ക് പോയിട്ട് വന്നപ്പോൾ ബ്ലോക്ക്, വഴിയിലെ ബ്ലോക്ക്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് സമയം ഇത്രയായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ അതാ ഞങ്ങളുടെ പൂച്ചക്കുട്ടൻ എന്തേ പോകുന്നു, കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ് നോക്കണ കണ്ടില്ലേ, റൂമിലേക്ക് പോവാണ്. ഞാൻ പിന്നെ ചോദ്യം എന്താ പറയുക, കാലുമേന്ന് ബ്ലഡ് എടുത്തു, ചെവിയിൽ നിന്ന് എടുത്തു, അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നെ ചോദിക്കാനൊന്നും പോയില്ല എന്തിനാന്ന്. കാരണം ഒത്തിരി പേര് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതിനൊന്നും വളർത്തണ്ടായിരുന്നു, വെറുതെ പൈസ കളയുകയാണ്. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, വെറുതെ ആവശ്യമില്ല ഇതിനെയൊക്കെ ഇങ്ങനെ വളർത്തി, വെറുതെ ഒരു പ്രയോജനവും ഇല്ല, 10 രൂപ ഇങ്ങോട്ട് കിട്ടണില്ല എന്നൊക്കെ ചേട്ടൻ ഇങ്ങനെ പെറുപിറുക്കുന്നുണ്ട്.
പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒക്കെ എല്ലാവരും എൻ്റെ പ്രായത്തിലുള്ളവരും എൻ്റെ മോളുടെ പ്രായത്തിലുള്ളവരും ഒക്കെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വന്ന പോലെ പൂച്ചയും പട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ്. അവർ ഓരോന്നതിനൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അഡ്മിറ്റ് സൗകര്യമുണ്ട്. പട്ടിയാണ് കേട്ടോ, വലിയ പട്ടിയായിരുന്നു. അതിനൊക്കെ അവിടെ കൂട്ടിലിട്ടിട്ടുണ്ട്. അത് അഡ്മിറ്റാണ് അവിടെ ഇരുന്നത്. എന്തായാലും പോട്ടെ, സാരമില്ല. അപ്പോൾ എൻ്റെ ഈസുക്കുട്ടന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെന്ന് എൻ്റെ മോളുടെയാണ്, അവൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈസുക്കുട്ടന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ നാളെ നമുക്ക് വേറെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.